ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണവും സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്തസാക്ഷി ദിനാചരണം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർവ്വമത പ്രാർത്ഥനയ്ക്ക് പഞ്ചായത്ത് അംഗം ലൈസമ്മ പനയ്ക്കൽ, ടി വി ജനാർദ്ദനൻ, നസീമ കാസിം എന്നിവർ നേതൃത്വം നൽകി. എ ബാലകൃഷ്ണൻ, മഹേഷ് കുന്നുമ്മൽ, സലീം തേക്കാട്ടിൽ, പി വി ബാബു, എം കരുണാകരൻ, ജോൺ ജോസഫ് തയ്യിൽ, തോമസ് കൈപ്പനാനിക്കൽ, പി പി ബാലകൃഷ്ണൻ, ലളിത ബാബു, പ്രഭാത് ജോർജ്, ജെയിംസ് കൊങ്ങാല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗൂഢാലോചനകളോട് വേഗം വിടമറിയുന്നു, അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രക്തസാക്ഷിത്വ ദിനം ലോകം മുഴുവൻ ആചരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു മഹാത്മാവിനെ ലോകം മുഴുവൻ ആദരിക്കുന്നു എങ്കിൽ അതിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മഹാത്മജി കേവലം ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് പ്രത്യേകിച്ച് ആഫ്രിക്കയിലാണ് അദ്ദേഹം ആദ്യമായി കറുത്ത വർഗക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെഴുതിയത്. ചെറുപ്പകാലത്തുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിൽ പോയെങ്കിലും ആ ബ്രിട്ടനിലെ ജീവിതം ഇന്ത്യയിലെ തങ്ങളുടെ പുലമലമായ ജീവിതമായി ആചരിച്ചുകൊണ്ട് അദ്ദേഹം അമ്മയ്ക്കു നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ബ്രിട്ടനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ബ്രിട്ടനിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബാരിസ്റ്ററായി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ നിയോഗിച്ചത് ഒരു പ്രധാനപ്പെട്ട കേസ് വാദിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയും ആഫ്രിക്കയിൽ കറുത്ത വർഗക്കാർ അവർ മനുഷ്യരല്ല, അവർ മൃഗങ്ങളെക്കാൾ താഴ്ന്നവരാണ് എന്ന രീതിയിൽ വെള്ളക്കാർ അവരെ ചവിട്ടി മെതിക്കുകയും അവരെ വളരെയേറെ കഷ്ടപ്പെടുത്തുകയും 24 മണിക്കൂറും അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും ചെയ്യുന്ന അടിമ സമ്പ്രദായം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജി അവർക്ക് വേണ്ടി വെള്ളക്കാർക്ക് എതിരായിട്ടുള്ള സമര പ്രഖ്യാപനം നടത്തുന്നത്. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തീവണ്ടി യാത്ര പോലും നിരോധിച്ചുകൊണ്ട് തീവണ്ടിയിൽ വെള്ളക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാനുള്ള അധികാരവും അവകാശവുമുള്ളൂ എന്ന അവിടുത്തെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് അദ്ദേഹം ഒരു വെള്ളക്കാരൻ ചവിട്ടി താഴെയിട്ടത്. അദ്ദേഹം ഗാന്ധിജി മാപ്പ് നൽകി എന്ന് മാത്രമല്ല, തനിക്ക് തൻ്റെ കാലിൽ എന്തെങ്കിലും വേദന പറ്റിയോ സഹോദര എന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്ന രംഗം ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും മറ്റൊരാളിലും കാണാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ആ ഒരു ജീവിത സാഹചര്യം, ആ ജീവിതചര്യയാണ് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും അനുവർത്തിച്ചു വന്നത്. ഏറ്റവും മഹത്തായിട്ടുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും എല്ലാ മതപണ്ഡിതന്മാരുടെയും അറിവുകളും ഒക്കെ അദ്ദേഹം സമ്പാദിച്ചുകൊണ്ട് മഹാകവി വള്ളത്തോൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മഹാപുരുഷനായി തീരുകയായിരുന്നു, മഹാത്മാവായി തീരുകയായിരുന്നു. തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആ മഹാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരനല്ല. പക്ഷേ ഈശ്വരന് തുല്യമായിട്ട് ഇന്ത്യൻ ജനത ആരാധിച്ചു വരുന്നൊരു മഹാവ്യക്തിയാണ് മഹാത്മജി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വള്ളത്തോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു മതപണ്ഡിതനല്ല, എല്ലാ മതങ്ങളും പഠിച്ചിട്ടുള്ള, എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തൻ്റെ ഒരു പ്രത്യേകമായ ദർശനമാണ് അദ്ദേഹം ലോകത്തിന് കാഴ്ചവെച്ചത്. ആ ദർശനം ഇതായിരുന്നു. അദ്ദേഹം ബുദ്ധൻ്റെ അഹിംസയും സ്വീകരിച്ചു, യേശുദേവൻ്റെ ത്യാഗവും സ്വീകരിച്ചു, അതുപോലെ മുഹമ്മദ് നബിയുടെ സ്നേഹവും അദ്ദേഹം സമ്പാദിച്ചു. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ
ഗീതോപദേശവും അദ്ദേഹം സ്വീകരിച്ചു. ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു മഹാത്മാവായി അദ്ദേഹത്തെ ഒരു ഗുരുനാഥനായി മഹാകവി വള്ളത്തോൾ പറഞ്ഞേക്കുകയാണ്. ലോകത്തിൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുല്ലുകളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, ലോകവിദ്യേവം ജയിക്കുന്നിൽ ഗുരുനാഥൻ എന്നാണ് മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെ കുറിക്കുന്നത്. ഗാന്ധിജി തൻ്റെ ജീവിതം സാധാരണക്കാർക്ക് വേണ്ടി അർപ്പിച്ചു. ഇന്ത്യയിലെ ഭിന്ന ഭിന്നമായി കിടക്കുന്ന വിവിധ രാഷ്ട്രീയ മത വിശ്വാസികൾക്ക്, സാമുദായിക വ്യക്തികൾക്ക്, രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള നാട്ടുരാജാക്കന്മാർക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന രീതിയിലുള്ള തൻ്റെ അഹിംസാ സിദ്ധാന്തവും കൊണ്ട് സ്വാതന്ത്ര്യ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 1920 ഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, സമരം സംഘടിപ്പിച്ചത്. നാം ഇന്ന് സർവ്വമത പ്രാർത്ഥനയോടും അതുപോലെ അനുസ്മരണ യോഗത്തിലൂടെയൊക്കെ ചേർന്ന് ആചരിക്കുന്നത് 1948 ജനുവരി 30 അദ്ദേഹം പ്രാർത്ഥന വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.